മനസാക്ഷിയോട് ചോദിക്കട്ടെ, എനിക്ക് ഒരു ചേച്ചി എന്നുള്ള സ്ഥാനം മനസ്സിൽ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ. ഇനി രഹസ്യമായിട്ട് പറയാം, എനിക്ക് വലിയ കാര്യമായിരുന്നു. അല്ലേ, ഞാൻ അതുകൊണ്ടല്ലേ എനിക്ക് അനിയനെ പോലാന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വർക്കിന്റെ വീഡിയോ എല്ലാം ഒന്ന് നോക്ക്. ഞാനൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എനിക്ക് അനിയനെ പോലെ എനിക്ക് തന്നതിനേക്കാൾ ഞാന് ഗണപതി അമ്പലത്തിൽ പോയി വഴിപാട് വരെ കഴിച്ചു, അറിയാവോ? അദ്ദേഹത്തിന്റെ നാളെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ല അത് ആരോടും പബ്ലിക്കായിട്ട്. അത്രയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ജയിച്ചു വരണം എന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറുമ്പോ അടുത്ത ആള് ഉറപ്പായിട്ടും വരണം എന്ന് ഇത്ര എന്നോട് പറഞ്ഞു. വല്യേച്ചി ഞങ്ങളുടെ ചേച്ചിയാ. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയതുപോലെ ഞങ്ങളുടെയൊക്കെ അത്രമാത്രം അദ്ദേഹം പറയുന്നുണ്ട്. 2011 എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം രാജ്യസഭ MP ആയിരിക്കുമ്പോ കൊട്ടാരക്കരയ്ക്ക് കുറെ വികസനങ്ങൾ ചെയ്തു എന്നൊക്കെ അതിനകത്ത് എഴുതിയേക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ ചേച്ചിക്ക് ഒരു MP എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അദ്ദേഹം കാണിക്കുന്ന പോസ്റ്റർ നിങ്ങളുടെ വികസന രേഖയ്ക്കകത്തുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഹൈമാസ് ലൈറ്റ്. ഓക്കെ, എന്തായാലും ഒരെണ്ണം ആയാലും നിങ്ങളന്ന് അതായത് ചേച്ചി ഉൾപ്പെടുന്ന ആ വികസന രേഖയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ അദ്ദേഹത്തിനായിരുന്നു ആ സമയത്തും പിറ്റേ വർഷവും ഒക്കെ ഈ ഇലക്ഷന്റെ ഏകീകരണത്തിന്റെ ചാർജ് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. അതെ പറയാൻ പറ്റുമോ, ഞങ്ങൾക്കൊക്കെ ചേച്ചിയാ. ചേച്ചി മാത്രമല്ല, ഒരു അമ്മയുടെ സ്നേഹവും ഒക്കെ കിട്ടുന്നവരാ ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ചേച്ചി അത്രയും കരുതുന്ന പോലെ അവർ ചേച്ചിയെ, ഞാൻ തുറന്നങ്ങ് ചോദിക്കുന്നതേ ഉള്ളൂ, ചേച്ചി അതേപോലെ കരുതിയിരുന്നു. അങ്ങനെയാകുമ്പോൾ വീട് വിട്ടു പോകുമ്പോ അതിനൊരു കാരണം ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചതിനകത്ത് വലിയ അർത്ഥമുണ്ടോ? കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹം കൊണ്ടല്ല. ബാലഗോപാൽ സഖാവിനെ പോലുള്ള ഒരാൾ ഇവിടെ വന്ന് ഒരു 10 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഞാൻ ഇതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കുണ്ടായ ഫീലിംഗ് എന്താണെന്ന്. ഈ നമ്മളൊക്കെ ഒരു അധികാരത്തിന് വേണ്ടിയാണോ? അപ്പൊ അദ്ദേഹം ഒരുപാട് നാള് ഇവിടെ ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത് അങ്ങ് ഇറങ്ങി കഴിയുമ്പോ പിന്നെ അദ്ദേഹത്തിനെ ഒരിടത്തും ഇല്ലാതെ അങ്ങ് മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു ചേച്ചിയാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഈ ചുമ്മാതെ ഒരു ഷോ കാണിച്ചിട്ട് കാര്യം. ആത്മാർത്ഥതയോടെ പറയണം. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യമില്ല, വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് കല്യാണത്തിന് വിളിക്കാത്ത അവസ്ഥ. എല്ലാ കാര്യങ്ങളിലും നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസൈൻ വരെ ഞാൻ അയച്ചു കൊടുത്തു എന്ന്, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ രേഖകളും കൊടുത്തു. ഇപ്പോഴത്തെ ഈ രവിനഗറിലെ കാര്യങ്ങൾ വരെ. ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ അദ്ദേഹം ഒരു കേന്ദ്ര കമ്മിറ്റി അങ്ങനെ, ഞാൻ കുറ്റപ്പെടുത്താനല്ല, അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് ചോദിക്കട്ടെ, എനിക്ക് ഒരു ചേച്ചി എന്നുള്ള സ്ഥാനം മനസ്സിൽ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഞാൻ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇനി രഹസ്യമായിട്ട് പറയാം, എനിക്ക് വലിയ കാര്യമായിരുന്നു. അല്ലേ, ഞാൻ അതുകൊണ്ടല്ലേ എനിക്ക് അനിയനെ പോലാന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വർക്കിന്റെ വീഡിയോ എല്ലാം ഒന്ന് നോക്ക്. ഞാനൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എനിക്ക് അനിയനെ പോലെ എനിക്ക് തന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം എന്നാ പറഞ്ഞു. ഇനി അതിനേക്കാൾ ഞാന് ഗണപതി അമ്പലത്തിൽ പോയി വഴിപാട് വരെ കഴിച്ചു, അറിയാവോ? അദ്ദേഹത്തിന്റെ നാളെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ല അത് ആരോടും പബ്ലിക്കായിട്ട്. അത്രയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ജയിച്ചു വരണം എന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറുമ്പോ അടുത്ത ആള് ഉറപ്പായിട്ടും വരണം എന്ന് ഇത്ര ആത്മാർത്ഥത കാണിച്ച എന്നോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് എനിക്കുണ്ടായ അനുഭവങ്ങള്. ഞാൻ ഒന്നും കംപ്ലൈന്റ് പറയാത്തതുകൊണ്ടല്ലേ ആരും ഒന്നും പറയാത്തത്. അന്ന് തന്നെ ബാലകോത്സവന്റെ ഇലക്ഷന് ഞാൻ കുറ്റപ്പെടുത്തുമല്ലേ, എന്റെ ചേച്ചിയെ പോലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലേ അന്ന് ആ കാലിനൊരു പുറകിൽ നിന്നൊരു തള്ള, അദ്ദേഹം വലിയ നേതാവായിട്ട് ആൾക്കാർ മുന്നിൽ നിൽക്കാൻ തള്ളി. ഞാനങ്ങ് സ്ലിപ്പ് ചെയ്ത് എന്റെ ചെരുപ്പ് ഊരിപ്പോയി. പിടിച്ചതുകൊണ്ട് ഇടിച്ചു വീണില്ല, കാലിന് നല്ല പരിക്ക്, ഭയങ്കര വേദനയായിരുന്നു. എല്ലാരും ഒഴുകിയ പോലെ പോയി, നടക്കാനും വയ്യ. ഞാൻ അന്നേ പക്ഷെ പോയിട്ട് ഒന്നും കൂടുതൽ കാര്യം ചെയ്തില്ല. വലിയ നീരൊന്നും അതിന്റെ ഒരു ബാൻഡേജ് ഒക്കെ ഇട്ട് തന്നു. അത് വെച്ചോണ്ട് ഈ ഇലക്ഷൻ വർക്ക് മൊത്തം തീർത്തു. ഓരോ മുക്കിലും മൂലയിലും മുന്നിൽ നിന്നിട്ട് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം, നിങ്ങൾക്കൊരു നല്ല മന്ത്രിയെ കിട്ടും. ഞാനല്ലേ പറഞ്ഞത്, ഞാൻ തന്നെയല്ലേ പറയും. എനിക്ക് എന്തെങ്കിലും അധികാരമോഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എവിടെങ്കിലും ഞാൻ എന്തെങ്കിലും വിഷമായിട്ട് കണ്ടിട്ടോ? ഈ എല്ലാ മുക്കിലും പോലും ജയിച്ചു കഴിഞ്ഞിട്ടോ മന്ത്രിയായിട്ട് വന്നിട്ട് ഞാൻ കൂടെ എന്റെ വണ്ടിയില് എല്ലാ സ്ഥലത്തും പോയി. ഐഷാബോദ് സാവിന് ആവേശം കയറി ഇവിടെ വരെ വന്നല്ലോ. നെടുമങ്കാവില് ശ്രീകുമാർ സാവിന്റെ വീട്ടിലാണ് അവസാനിച്ചത്. ഈ മണ്ഡലം മുഴുവൻ സന്ദർശനം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മുന്നേ എന്റെ വണ്ടിയില് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം, ഇങ്ങനെയൊക്കെ ചേച്ചി കൂടെ നിൽക്കുമ്പോൾ ജനം ചേച്ചിയോട് ഒട്ടി നിൽക്കുമോ എന്നുള്ളൊരു ഭയമായിരിക്കും. ചെട്ടിയാരഴിയത്ത് പാലം അന്നത്തെ കമന്റ്സ് ജനങ്ങൾ പറഞ്ഞു, നോട്ടീസ് പേരിലേലും ജനമനസ്സിലുണ്ട്. ഞാനല്ലല്ലോ പറഞ്ഞ്, ഞാൻ ആരോടെങ്കിലും പരാതി പറഞ്ഞു?
ആരോട് പരാതി പറയാതെ നാട്ടുകാരല്ലേ ആദ്യം പരാതി. ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞോളൂ ഞാൻ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടു എന്ന്. ഞാൻ പിന്നെ പാർട്ടിയെ ചുമ്മാ കുറ്റം പറയണ്ടെന്ന് വെച്ചാൽ ഇച്ചിരി അധികത്തിന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കാലിന്റെ പരിക്കുണ്ടായിരുന്നു, അത് മാറി ഒരു 3 വർഷം കഴിഞ്ഞ് ഇപ്പൊ നല്ലോണം നടക്കാൻ പറ്റും. അത് ആ സമയത്ത് ട്രീറ്റ് ചെയ്യുക. അല്ലാതെ ഈ യാത്രക്കിടയിൽ ഞാൻ ഈ ജില്ലാ സമ്മേളനത്തിനൊക്കെ എന്ത് വർക്ക് ചെയ്ത് MLA അല്ലാതായിട്ട് ഇവിടെ മൊത്തം നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാ ക്യാമ്പയിനുകൾക്ക് കണ്ടിട്ടില്ലേ. അന്നത്തെ ജില്ലാ സമ്മേളനത്തിന് എന്നെ ജില്ലാ കമ്മിറ്റിയിലാക്കിയത് 22ലെ സമ്മേളനത്തിലാണ്. അന്നത്തെ എല്ലാ 21 ഡിസംബറിലായിരുന്നു തോന്നുന്നു, ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള ഡിസംബറിലായിരുന്നു. ഫുൾ അതിന്റെ പ്രചരണത്തിനും എല്ലാം ആയിട്ട് എല്ലാം. ഞാൻ പിന്നെ MLA അല്ലാതായപ്പോ കാറ് വേണമെന്നും പറഞ്ഞ് എവിടെയും ഇരുന്നോ. ഈ നാട്ടിലെ മനുഷ്യർക്കറിയാം ഇതൊക്കെ പറഞ്ഞാൽ. അരുൺകുമാറിന് ഇതൊന്നും അറിയാം, ആരണ്ട് എഴുതി കൊടുത്തതാ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്നെ ഒരു ചുക്കും അറിയത്തില്ല, പാർട്ടിക്ക് പോലും എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ എന്നും നിങ്ങൾ പറഞ്ഞില്ല. അല്ല ഈ മനസ്സറിയ വേദനയ്ക്ക് ആ വേദനയുടെ ഫലം അനുഭവിച്ചേ പറ്റൂ, പറയാതിരിക്കാൻ പറയാ. ഞാൻ എന്താന്ന് ഞാൻ ഉണ്ടായിരുന്ന പാർട്ടി മനസ്സിലാക്കിയില്ലെന്നുള്ള ഓർത്തിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. അവരൊന്ന് ചിന്തിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വന്നപ്പോ അതായത് കോൺഗ്രസ് വന്നപ്പോ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ ഒരു പ്രത്യേകത തോന്നുന്നു? ഒരു കുറച്ചുകൂടി ഒരു ഫ്രീഡം തോന്നുന്നുണ്ട്. മാത്രമല്ല ഈ ചിരി അധികം നാൾ നിൽക്കത്തില്ലെന്ന് എനിക്ക് കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കുള്ളൂ എവിടെ ഇരുന്നാലും. ഞാൻ എന്നാണെങ്കിലും ഐഷ പോറ്റി, എനിക്ക് സഖാക്കള് നല്ല സ്നേഹമുള്ളവരാ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ പ്രവർത്തകരും എല്ലാം ഇന്നും ഞാൻ എന്റെ ഹൃദയം, അവർക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും ഞാൻ മാറിയേനെ, പക്ഷെ ഞാൻ അവരെ എന്നും സ്നേഹിക്കും, സംശയമില്ലാത്ത എന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാ. ഈ മണ്ഡലം നല്ല എവിടെയുള്ളവരായാലും സഖാക്കളോട് തീർച്ചയായിട്ടും എനിക്ക് നല്ല സ്നേഹമുണ്ട്. അവർക്ക് എന്നോട് നല്ല ദേഷ്യം വന്നതാണ് ഞാനിങ്ങനെ മാറി, അതായിക്കോട്ടെ. പക്ഷെ കുറെ കഴിയുമ്പോ എന്തുകൊണ്ടാണ് അവരും അനുഭവിക്കുന്നുണ്ടാവും, മിണ്ടാതിരിക്കുവോ പേടിച്ചിട്ട്. പ്രതികരിക്കാൻ പേടിയാണ് എല്ലാവർക്കും. സത്യസന്ധമായിട്ട് കൊട്ടാരക്കരക്കാരോട് ഒരു വാക്ക് പറയാം ഈ ചാനലിലൂടെ എന്റെ അടുത്ത് പറയാം, ഇതിനകത്തൂടെ കൊട്ടാരക്കരക്കാരോട് പറയാനുള്ള ഒരു വാക്ക് സ്നേഹത്തോടെ. എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, അന്തസ്സായിട്ട് നല്ല അഭിമാനത്തോടെ സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പഠിക്കണം. മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം, ആ ആത്മാർത്ഥത ഉണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണം. ഏത് കാര്യത്തിലും നല്ല രീതിയിൽ ഇടപെടാൻ പഠിക്കണം, നല്ല പെരുമാറ്റം വേണം. ഇങ്ങനെയൊക്കെ ആയാൽ ഈ നാട്ടിൽ ഒരുപാട് നന്മ ഉണ്ടാവും. രാഷ്ട്രീയത്തിലേക്കും അത് വേണം. നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ല പ്രവർത്തനങ്ങൾ, നല്ല ഇടപെടലുകൾ. ഒരു കഷ്ടപ്പെടുന്നവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ആശ്വാസം കൊടുത്താൽ അവരുടെ ആ മാറ്റം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എത്ര സുഖമാണെന്നറിയോ. ഇത് അഭിനയിക്കുകയല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എന്റെ ലൈഫിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ആൾക്കാരോട് ചോദിക്കുക. അതുകൊണ്ട് വഞ്ചകിയെന്നോ വർഗവഞ്ചകിയെന്നോ കാലുമാറ്റക്കാരിയെന്നോ അധികാരമോഹി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചേരുന്നതല്ല, ആ പറയുന്നവർക്ക് ചേരുന്നതാണ്. അത് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഒരാളെ രക്ഷിക്കാനാണേലും വീഴാതെ പിടിക്കുകയാകാവൂ, തള്ളിയിടുകയോ അടിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ താങ്ങി പിടിക്കുകയാവോ. ഒരാളെ ഇപ്പൊ വീഴാൻ പോകുന്ന ഒരാളെ രക്ഷിക്കുന്നത് എങ്ങനെയാ? താങ്ങി പിടിച്ചല്ലേ, അല്ലാതെ അയാളെ അടിച്ചു താഴെ ഇട്ടിട്ട് ഒരിക്കലും രക്ഷിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ പറയുകയാണ്. നമ്മൾ ആത്മാർത്ഥത ഉണ്ടാകണം, മനുഷ്യപ്പറ്റുണ്ടാകണം, മനുഷ്യരോട് ഇടപെടാൻ ത്യാഗം സഹിക്കാൻ തയ്യാറാവണം. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കാൻ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ഒരു ആത്മാർത്ഥതയോടെ ഇടപെടാൻ കഴിയുന്നവരേ വരാവുള്ളൂ. എല്ലാം തികഞ്ഞ ആളൊന്നും അല്ല ഞാൻ, എനിക്ക് ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാകാം, അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞാൻ ശ്രമിക്കും, അത് സംശയമില്ല. പക്ഷെ അതൊന്നും അല്ല. ഇപ്പം എന്തോ ഒരു വലിയ അധികാരം പോലെ അങ്ങ് പോവുക, ഏതോ കുറച്ച് പേരുടെ നിയന്ത്രണം പോവുക. മിണ്ടാൻ ഒരു അവകാശം, മിണ്ടുന്ന ആളൊന്നും ഇല്ല. എത്ര പേര് ഞാൻ തുറന്നു പറയട്ടെ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ഈ വാർത്തകൾ വന്നതിന് ശേഷം വിളിച്ചെന്നറിയോ? അത് ഞാൻ തുറന്നു പറയുന്നില്ല. അപ്പൊ സമാനമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കറക്റ്റ് ചെയ്യപ്പെടണം, പാർട്ടി കറക്റ്റ് ചെയ്യണം. ഞാൻ ഉണ്ടായിരുന്ന പഴയ പാർട്ടി ഇപ്പൊ പോകുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ച് മനുഷ്യന്റെ ഒപ്പം ഒരാൾ പ്രതികരിച്ചാൽ അവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല. അതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുവാണ്. മനു തോമസ് ആണെന്ന് തോന്നുന്നു, കണ്ണൂരിൽ നിന്ന് ഒരാള്, ആ പുള്ളിക്കാരനുണ്ടായ അതൊരു 1.5 വർഷം മുമ്പ് എങ്ങാണ്ട് കേട്ടാ, പിന്നെ ശബ്ദം കേട്ടിട്ടില്ല ഒന്നും. ഇപ്പൊ അങ്ങനെ ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് ഒരാളെ അടിച്ചൊതുക്കിയിട്ട് ഒരിക്കലും ഇത് ബോംബ് പൊട്ടുന്ന പോലെ അങ്ങ് പോകും ചിലപ്പോ.
അടക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് അങ്ങോട്ട് പ്രയാസവും. ഒരിക്കലും നല്ലതല്ലേ ആശയങ്ങള്? സത്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എത്ര നല്ലതാ. പാവങ്ങളെ സഹായിക്കണം, ഇല്ലാത്തവരെ ഉയർത്തി ഒരുപോലെ ആക്കണം എന്നുള്ളതല്ലേ ആശയം. ഞാൻ അതൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്റെ അച്ഛനൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ഞാനൊന്നും അന്ന് പാർട്ടിയിലൊന്നും, എനിക്ക് മകളായതുകൊണ്ട് എനിക്ക് അത്ര സ്വാതന്ത്ര്യമൊന്നുമില്ല. എന്നാലും അവരൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പഴയ കാലമല്ല പുതിയ കാലമല്ലേ എന്ന് ചോദിച്ചാൽ നന്മ നഷ്ടപ്പെടണ്ടല്ലോ, സ്വാർത്ഥത ഉണ്ടാവണ്ടല്ലോ, ഈ ആശയം നല്ല ആശയങ്ങൾ മാറ്റണ്ടല്ലോ. കാലിക സാധനങ്ങൾ ചിലപ്പോൾ പുതിയതായിരിക്കും, ജീവിത സാഹചര്യം പുതിയതായിരിക്കും, ആശയങ്ങൾ മാറുമോ? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നും നല്ലതല്ലേ? അല്ലെന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാ സുധാകരൻ സഖാവ് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ മന്ത്രിയില്ലേ, അതുപോലെ എത്ര പേരുണ്ടെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഈ കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ടു പോയിട്ടില്ലേ? കാലഹരണപ്പെടുന്നതാണോ നല്ല ആശയങ്ങള്? എല്ലാ രാഷ്ട്രീയത്തിലും നല്ല മൂല്യങ്ങൾ ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റിലെ മൂല്യങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പ്രയോഗിക്കാവുന്നതാണ്. മനുഷ്യനോട് എല്ലാരോടും തുല്യമായിട്ട് പെരുമാറുന്നതിന് വല്ല നഷ്ടമുണ്ടോ? ആരെങ്കിലും വലിയ ആളാണോ? എല്ലാരോടും തുറന്ന് ഒരു വകഭേദം പാടുണ്ടോ? ഒരാളോടൊന്ന് ഒരാള് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ അത് ആകെ നാണക്കേട്, ഒരാള് ചെയ്താൽ അതൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ മനുഷ്യര് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസം, എനിക്ക് മാർക്സിസം ആയാലും നല്ല ആശയങ്ങളുള്ളത് അത് ഇപ്പം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നേയില്ല. ആരുടെയൊക്കെയോ കയ്യിൽ ഒരു ചെറിയ പവർ ഗ്രൂപ്പോ എന്താ പറയാ, ഒരു ഡിസിഷൻ മേക്കേഴ്സിന്റെ കൂടെ ഏതൊക്കെയോ രീതിയിൽ പോവാ. എപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും, അല്ലാതെ ആ വിശാലമായ രീതിയോ നല്ല ചർച്ചകളോ വിമർശനങ്ങളോ സ്വയം വിമർശനങ്ങളോ ഞാൻ കാണുന്നേ ഇല്ല എത്രയോ നാളായിട്ട്. ഞാൻ അത് മാത്രമല്ല, നമ്മളൊന്നും ചെയ്യേണ്ട സ്പേസ്, എന്നെ പോലെ ഉള്ള ഒരാളിന് അവിടെ ഒരു സ്പേസ് ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ തന്നെന്ന് പറഞ്ഞാലും മനസ്സിന് സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാകണം. നാട്ടിലെല്ലാം അംഗീകാരം ഉണ്ടെങ്കിലും പാർട്ടിയിൽ ഒരു അംഗീകാരം ഇല്ലെന്നൊരു ഫീല് വന്നാലേ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ ഞാന് ഐഷ പോറ്റി ചേച്ചിയോട് കൊട്ടാരക്കരയുടെ വികസനത്തെ പറ്റിയാ സംസാരിച്ചത്. കൊട്ടാരക്കരയുടെ വികസനങ്ങൾ തൊട്ടു നോക്കാവുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. ഇതിനപ്പുറത്തൊരു വികസനം കൊട്ടാരക്കര ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ചെറിയ അത് വികസനമല്ല, സോഹോ പോലെയുള്ള നടപടികൾ മാത്രം. ബാക്കിയുള്ള എല്ലാം തൊട്ടു നോക്കാവുന്നതും ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ടൂറിസം മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, പൊതുമരാമത്ത് ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ തൊട്ടു നോക്കിയാലും ശ്രീമതി ഐഷ പോറ്റിയുടെ കരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതിന്റെ എല്ലാത്തിനുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചി ഞങ്ങളോട് ഇരുന്ന് ഇത്രയും സമയം തന്നതിലും ചേച്ചിയുടെ മനസ്സ് തുറന്നതിലും എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു.